ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സേ ചിയേഴ്സ്. ഇന്ന് അമൃത്സറി ചോല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു അര ഗ്ലാസ് വെള്ള കളർ കടല എടുത്തിട്ട് ഒരു 8-9 മണിക്കൂർ കുതിർത്തണം. കടല നമ്മൾ കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. ഒരു 8-9 മണിക്കൂർ കുതിർന്ന ശേഷം വീണ്ടും ഒന്ന് കുക്ക് ചെയ്യുന്ന മുമ്പ് ഒന്ന് കഴുകിയെടുക്കണം. ഇനി ഒരു പ്ലേറ്റിൽ മസാലകളൊക്കെ എടുക്കുക. ഒരു 1.5 to 2 ടീസ്പൂൺ നിറച്ച് എവറസ്റ്റിൻ്റെ ചോല മസാല എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കുക. 1 ടീസ്പൂൺ നിറച്ച് റോസ്റ്റഡ് ജീര പൗഡർ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറച്ച് എരിവുള്ള മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാല. ഇനി ഒരു ഇൻഫ്യൂസർ എടുത്തിട്ട് അതിൽ ഞാൻ ഒരു കറുകപ്പട്ട ചെറിയ കഷ്ണം, 3 ഗ്രാമ്പു, 2 ഏലക്കായ, 1 ടീസ്പൂൺ ചായപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് അടച്ചിട്ട് ഞാൻ ഈ കുക്കറിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ഇടും. ഇതിൻ്റെ കളറും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇൻഫ്യൂസർ ഇല്ലെങ്കിൽ ഒരു തുണിയിൽ കെട്ടിയിട്ടും ഇടാം നിങ്ങൾക്ക്. ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കടലയും ഒരു ബേ ലീഫും ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് നമ്മളൊരു മീഡിയം സൈസ് വലിയ ഉള്ളി 1.5 ഉള്ളി എടുത്തിട്ട് അതിനെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും, പിന്നെ ഒരു വലിയ തക്കാളി 4ആയിട്ട് കീറിയതും, പിന്നെ ഒരു 10-12 അല്ലി, വലിയ അല്ലിയാണെങ്കിൽ ഒരു 8 എണ്ണം ഇട്ടാൽ മതി. ചെറിയ വെളുത്തുള്ളിയുടെ അല്ലികളാണെങ്കിൽ ഒരു 10-12 ഇടുക. പിന്നെ ഒരു 2-3 പച്ചമുളക് നടുകെ കീറിയതും അതിലിട്ടിട്ട് ഈ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമ്മളതിൽ ഗ്രേറ്റ് ചെയ്തിട്ട് വേണം ഇടാനിട്ടുള്ളൂ. ഇനി ആ ഇൻഫ്യൂസർ അതിലിട്ടിട്ട് നമ്മൾ ആ പ്ലേറ്റിലാക്കി വെച്ചിരിക്കുന്ന മസാലപ്പൊടികളൊക്കെ അതിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളത് മുങ്ങണ വരെ വെള്ളം ഒഴിക്കണം. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണേ മറക്കാതെ. വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഒരു വിസിൽ വന്ന ശേഷം പിന്നെ അതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റും കൂടെ നമ്മൾ എത്ര വിസിൽ വരുന്നു അത്ര വിസിൽ അടിക്കട്ടെ. ഓരോ കുക്കറിൻ്റെ ഇതുപോലെ ഇരിക്കുന്നുള്ളൂ വിസിലൊക്കെ. അതുകൊണ്ട് ഒരു വിസിൽ വന്ന ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് 20 മിനിറ്റ്സും കൂടെ കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് പ്രഷറൊക്കെ പോയ ശേഷം അതിനെ നമ്മൾ കുക്കറൊക്കെ ഒന്ന് തുറന്നിട്ട് നമ്മൾ ആ ഇൻഫ്യൂസറിനെ വെളിയിലെടുത്ത് വെക്കണം. എന്നിട്ട് നമ്മൾ ആ ബേ ലീഫ് അതിനെടുത്ത് കളയുക. പിന്നെ നമ്മുടെ തക്കാളിയുടെ തൊലിയൊക്കെ ഇങ്ങനെ അടന്ന് വരും, അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുക. ഈ ചായപ്പൊടിയും ഗ്രാമ്പും കറുകപ്പട്ടയൊക്കെ നമുക്ക് തുണിയിൽ കെട്ടി വെക്കണം, അല്ലെങ്കിൽ ഇൻഫ്യൂസറിലിടണം. അല്ലെങ്കിൽ നമുക്ക് അതൊക്കെ എടുത്ത് കളയാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. ഇപ്പോൾ കടലയൊക്കെ നന്നായി വെന്തിട്ടുണ്ടാകും, കടലയും ഉള്ളിയും എല്ലാം വെന്തിട്ടുണ്ടാകും. അപ്പോൾ അതിനെ നന്നായിട്ടൊരു മാഷർ വെച്ചിട്ടൊന്ന് മാഷ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ മുകളിൽ കുറച്ച് കസൂറി മേത്തിയും കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കണം. ഇതിങ്ങനെ തന്നെ, എണ്ണ അധികം ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. ഉപ്പ് ഒക്കെ ചെക്ക് ചെയ്ത് പാകത്തിന് ഉപ്പുണ്ടോ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് കഴിക്കാം. ഇനി ഈ ചോലയിൽ കുറച്ചുകൂടെ ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് ഇത്തിരി കുറച്ചുകൂടെ ഒന്ന് വറ്റിക്കണം, വെള്ളം കൂടിപ്പോയി എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുക. കസൂരി മേത്തിയൊക്കെ വളരെ കുറച്ചേ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കൂടിപ്പോയാൽ ഒരു കുത്തുന്ന ഫ്ലേവർ വരും. അപ്പോൾ അത് സുഖം ഉണ്ടാവില്ല കഴിക്കാൻ. ഇനി ഇത് വറുത്തിടണമെങ്കിൽ നമുക്ക് ഒരു തടുക്ക പാനിൽ കുറച്ച് കടലെണ്ണ ചേർത്തിയിട്ട് അതിൽ കുറച്ച് ഇഞ്ചി നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞത് ചേർത്തി 1 ടീസ്പൂൺ ജീരകവും ചേർത്തിട്ട് ജീരകം പൊട്ടിയ അതിന് എടുത്തിട്ട് ഈ ചോലയിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്യണം. അതേപോലെ ചോല മസാലയും ആവശ്യത്തിൽ കൂടുതൽ ഇടരുത്. നമ്മൾ 1/2 ഗ്ലാസ് കടലയ്ക്ക് ഒരു 1.5 ടീസ്പൂൺ തന്നെ ധാരാളം മതിയാവും. ഇത് പൂരിയുടെ കൂടെ കഴിക്കാൻ നന്നായിരിക്കും, ചപ്പാത്തിയുടെ കൂടെയും വേണമെങ്കിൽ കഴിക്കാം. ഇനി വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.